Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MA ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PG പ്രോഗ്രാമാണ്. ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടോ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ടോ തന്നെ ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാവുന്നതാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 years ആണ്. മാക്സിമം വരുന്നത് 4 years ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മീഡിയം ഇംഗ്ലീഷിലാണ്. സ്പെഷ്യലൈസേഷൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ എന്നുള്ളതായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ മീഡിയ രംഗത്തും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അഥവാ ICT ഉപയോഗിക്കുന്ന എല്ലാ മേഖലകളിലും തൊഴിൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിന് ആവശ്യമായ പ്രൊഫഷണലുകൾക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഈ ഒരു പ്രോഗ്രാം ഉപയോഗപ്പെടും. അതുപോലെ തന്നെ അവരുടെ ഭാവി ഫ്യൂച്ചറിലേക്കുള്ള പ്രൊമോഷൻസ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടും. ഇതൊരു 72 creditsൻ്റെ ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 14 തിയറി പേപ്പറുകളും ഒരു പ്രാക്ടിക്കലും ഒരു പ്രൊജക്റ്റുമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഓരോ വർഷവും 36 credits, അങ്ങനെ ടോട്ടൽ 72 credits 2 വർഷം കൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 10,000 രൂപയാണ് പെർ ഇയർ. ഓരോ വർഷവും 10,000 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു അക്കാദമിക് സൈഡ് നമുക്ക് നോക്കാം. MNM 011 എന്ന് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഈ ഒരു കോഴ്സ് കോഡുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ MJM തുടങ്ങിയ കോഴ്സുകളാണ് വരുന്നത്. കോഴ്സ് കോഡുകളാണ് ഇവിടെ. കോഴ്സ് ടൈറ്റിൽസ് ആണ്. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ്സ് ആണ് എന്തെന്ന് അറിയാത്തവർ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇത്രയും സബ്ജക്റ്റുകൾ 1, 2, 3, 4, 5, 6, 7 അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. MNML 012 എന്ന് പറയുന്ന 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7 സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റും 8 ക്രെഡിറ്റിൻ്റെ പ്രൊജക്റ്റുമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണ് ഏതെല്ലാം സ്റ്റഡി സെൻറ്റേഴ്സിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിൽ 3 റീജിയൻ സെൻറ്ററുകളാണുള്ളത്. കൊച്ചിൻ, വടകര, അതുപോലെ തന്നെ ട്രിവാൻഡ്രം. അതിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ അൽ-അമീൻ കോളേജ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനി ട്രിവാൻഡ്രത്ത് നോക്കാം, അതുപോലെ തന്നെ വടകരയിലും നോക്കാം. നമുക്ക് വടകര റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് ഇല്ല. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് 2 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാർ ഇവാനിയസും ശ്രീനാരായണ കോളേജുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ കേരളത്തിൽ 3 കോളേജസ് ആണ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ കോഴ്സാണ് ലഭിക്കുക. സെക്കൻഡ് ഇയർ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് MA ഇൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ EduFix അക്കാദമിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.